ഹലോ അല്ല രാവിലെ തന്നെ ഇസൂനെ വിളിച്ചെണീപ്പിച്ച് മാറ്റിച്ച് നമ്മൾ നേരെ പോകുന്ന മഹല്ല് പള്ളിയിലെ നബിദിന പരിപാടിയാണ്. നമ്മൾ ബഹ്റൈനിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ നബിദിനം എന്നൊക്കെ പറയുന്നത്. എന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്കാര്, കാരണവന്മാര്, അനിയന്മാര് എല്ലാരും ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തിൽ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടന്ന് മഹലിന്റെ അടുത്തുള്ള അങ്ങാടിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഓല് തരുന്ന സ്വീകരണവും മധുരവും ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു രക്ഷയില്ലാത്ത ഫ്ലവർ ഷോയും സ്കൗട്ടും ദഫും ആയിട്ട് മക്കളൊക്കെ അടിപൊളി പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാട്ടോ. ചെക്കന്മാരുടെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരം ഇട്ടാന്നില്ലട്ടോ. അതിന്റെ ഇടയിൽ കുട്ട മോനെ യുക്ക തട്ടി വന്നപ്പോ ഇസ്മോ പറഞ്ഞു ഇന്നെ എടുത്ത് നടക്കണം പപ്പാന്ന്. കുടുങ്ങി മക്കളോ കുടുങ്ങി. ഇപ്രാവശ്യം മുട്ടായി കൊണ്ടാൻ വേണ്ടിട്ട് കവറുമായിട്ട് വരാൻ മറന്നുപോയത്. എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യണ്ടേ. ഇതിപ്പോ കീശയിലും കൊള്ളുന്നില്ല കയ്യിലും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ കാര്യമായി. മുട്ടായി നല്ലോ വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ട് ഞാനോട് പറഞ്ഞു ഇനി ഇറങ്ങി നടക്കുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുപോലുള്ള ഒരു ബാഗ് വാങ്ങാം, അതായിരിക്കും ഏറ്റവും സൗകര്യം. പിന്നെ നമ്മളെ ചെക്കന്മാരെന്നെ മുട്ടായി വിതരണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അടി അയക്കൂല. പിന്നെ ആളെ ഞങ്ങളുമായിട്ട് കൂടി തല്ലുകൂടി പിടിച്ച് വാങ്ങലായി. പിന്നെ ഓരോ അങ്ങാടിയിൽ എത്തുമ്പോൾക്ക് പായസം കുടിക്കുക, മുട്ടായി വാങ്ങി കീശയിടുക. നമ്മളെ നാട്ടിലെ റാലിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. അതിനോണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, നാട്ടിൽ ആരൊക്കെ ഉണ്ട് നമ്മളെ കാരണവന്മാരെയും ചെക്കന്മാരെയും എല്ലാരെയും നമുക്ക് ഒരു കുടക്കീഴിൽ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ. അത് മാത്രമല്ല മക്കളോ, ഇത് വീഡിയോ എടുക്കുന്നതിന് ശരിക്കും നല്ല കളിയാക്കലും സഹിക്കണം. എന്നെ കളിയാക്കുന്നതിൽ മെയിൻ ആൾ വരാണ്. ഏതായാലും റാലിയും കഴിഞ്ഞ് തിരിച്ചു കൊണ്ടെത്തിയപ്പോ കലാശക്കൊട്ട എന്നുള്ള രൂപത്തിൽ കുട്ടികളെ ദഫ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. നാട്ടിൽ കൂടെ പോകുന്ന വണ്ടിക്കാർക്കൊക്കെ നമ്മൾ നിർത്തിയിട്ട് ആവുമ്പോഴൊക്കെ പായസവും കൊടുക്കുന്നുണ്ട്. ഇവരെ വീഡിയോ കൂട്ടിയില്ലെങ്കിൽ തല്ല് തീർത്താ തീരൂല എന്ന് പറഞ്ഞിട്ട് ഭീഷണി ഉണ്ട് ഇവിടെ. ഏതായാലും റാലി പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊയങ്ങി ഞങ്ങൾ ബസ് സ്റ്റോപ്പ് കുത്തിരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് തിരിച്ചു പോരാൻ നേരത്ത് പള്ളിന്റെ മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരെയും വിളിച്ചു വരുത്തുന്ന ഒരു രംഗാണ് നിങ്ങൾ കാണുന്നത്. ഇതിലൊക്കെ ഇനിയും കുറെ ആൾക്കാർ വരാണ്ടിട്ടോ. കൂടുതൽ ഇതൊന്നല്ലിട്ടുള്ളത്. അതിനോണ്ട് തന്നെ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് എടുക്കാൻ വിചാരിച്ചു. ഞമ്മക്ക് ഏതായാലും പിന്നെ കാണട്ടോ.